ലച്ചു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ വന്നപ്പോ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. അതൊക്കെ വലിയ കഥയാണ്. അതിപ്പോ രാവിലെ പറഞ്ഞ് മൂഡ് ഔട്ട് ആക്കുന്നില്ല. നീ എങ്ങനെ ഇവിടെ കയറിയത്? എൻ്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടായിരുന്നു. എവിടെന്ന്? പപ്പൻ തന്നു. പപ്പൻ ഡ്യൂപ്ലിക്കേറ്റ് കീ തന്നാ? ഇത്ര നാളോട് താമസിച്ചിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ കുറച്ച് അഡ്വാൻസ് വാടക നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ചിലപ്പോ അതായിരിക്കും. അല്ല ലച്ചു അതവിടെ പോവാ? എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. അത് കിട്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാ. ഇതൊന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്തിനാ ലച്ചു ഇടുന്നേ? ഇതൊന്നും എൻ്റെ അല്ല. പിന്നെ ആരുടെയാ? എനിക്ക് കുഞ്ഞ് തന്നിട്ട് പോയതാ. ജോലി കിട്ടി സാലറി വന്നിട്ട് വേണം എനിക്ക് കുറേ ഡ്രസ്സും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അല്ല, എന്താ നിന്റെ പ്ലാൻ മുന്നോട്ടുള്ളത്? അതൊക്കെ പിന്നെ പറയാം ലച്ചു. ലച്ചു എന്തായാലും പോയിട്ട് വാ. ലച്ചുന് നല്ല ജോലിയൊക്കെ കിട്ടും. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഞാൻ പോയിട്ട് വരാം. അതെ, പിന്നൊരു കാര്യം, ആ പാപ്പുവിനെ സൂക്ഷിച്ചോ. അവളൊരു കച്ചറയാണ് കേട്ടല്ലോ. ഞാൻ പരിചയപ്പെടാനിരിക്കുവായിരുന്നു. പരിചയപ്പെടാനൊക്കെ കൊള്ളാം, നല്ല വാങ്ങിക്കാണ്ട് നോക്കിക്കോ. സത്യം എടുത്തിട്ടും തൊട്ടിയാണോ? ശരി, പോയിട്ട് വാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ കുന്തത് എവിടെ നിന്ന് വന്നു? ഹലോ, ഇവിടെ ഇപ്പൊ ആരും ഇല്ലേ? സ്ഥലം മാറിപ്പോയാ? ഹലോ, എന്നാ തിരിച്ചു പോലെ. അതെ, ഇവിടത്തെ സാറിനൊന്ന് കാണാറോ? ഒന്ന് വിളിക്കാവോ? സാറേ കണ്ടോ? ഞാൻ തന്നെ സാറ്. കുട്ടിക്ക് എന്ത് വേണം? അയ്യോ, സാറായിരുന്നോ? സോറി സാർ, എനിക്കറിയില്ലായിരുന്നു. അത് കുഴപ്പമില്ല, സോറി ഒന്നും പറയണ്ട. ഇതുപോലത്തെ ഇൻസൾട്ടൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കുട്ടിയെ എന്ത് കാര്യം? എന്ത്? എനിക്കൊരു ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇരി. പേര് ലക്ഷ്മി. ലച്ചു എന്ന് വിളിക്കും. ഇവിടെ മറ്റേ പപ്പൻ എന്ന് പറയുന്ന അവന്റെ വീട്ടിലാണ് താമസം. ഇതൊക്കെ എങ്ങനെ അറിയാം? എല്ലാം എനിക്കറിയാം. നമ്മൾ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കണേ? പിന്നെ ഇതെന്താ സാർ ഇത്ര അലമാരൊക്കെ ഇവിടെ? അലമാര ഇത് നേരത്തെ ഒരു അലമാര ഷോപ്പായിരുന്നു. ഇവിടുത്തെ മേശരി ഇത് പണിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെൽഡിങ് മെഷീനിൽ അതില്ലേ ഷോക്ക് അതടിച്ച് മരിച്ചുപോയി. പക്ഷെ ഇതൊന്നും തുറക്കാൻ പറ്റൂല, കാരണം പൂട്ട് പണിയണതിന് മുമ്പ് അങ്ങനെ ചത്തുപോയി. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസത്തിന് ഇരിക്കട്ടെ. എനിക്കൊരു കൂട്ടായിട്ട് നമുക്ക് കുത്തി തുറക്കാം സമയം പോലെ. പിന്നെ ലച്ചുവിന് എന്തൊക്കെ പണി അറിയാം? സാർ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പണി അറിയത്തില്ല. പിന്നെ മാങ്ങ പറിക്കാനാ ഇങ്ങോട്ട് വന്നു? അല്ല, ഞാൻ പറയണമെന്ന് സാർ ഒന്ന് കേൾക്കാവോ? പറ, സമയമില്ല, എനിക്ക് ഭയങ്കര തിരക്കാണ്. സാർ, ഞാൻ നന്നായി ജോലി ചെയ്യും. എനിക്ക് എന്തൊരു ജോലി വന്നാലും ഞാൻ എൻ്റെ ആത്മാർത്ഥമായി ചെയ്യും. എന്നാ ഇവിടെ ഒരു പശുവുണ്ട്, അതിന്റെ ചാണകം വരാൻ പറ്റുമോ? കിണർ ഒഴിക്കാൻ പറ്റുമോ? കാറിന്റെ പണി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് പറ്റാത്ത പല പണികളും ഉണ്ട്. അപ്പൊ എല്ലാം കോൺഫിഡൻസോട് ചെയ്യാം എന്ന് പറയരുത്. അതല്ല സാർ, ഞാൻ എന്തൊരു ജോലിയും കൃത്യമായി ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് ആ കാർ വാഷിംഗ് കമ്പനിയിലെ പണി കളഞ്ഞിട്ട് പോയത്? ഞാൻ അങ്ങനെ കളഞ്ഞല്ല, ഭയങ്കര കുറവായിരുന്നു ശമ്പളം. ഓഹോ, അപ്പൊ ശമ്പളം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും? അങ്ങനെയല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ അറിയണമല്ലോ പുതിയ കമ്പനിയിൽ എങ്ങനെയുള്ള ആളാണെന്ന് അറിയണം, അതുകൊണ്ട് ചോദിച്ചത്. നമുക്ക് കഴിഞ്ഞ ബാറ്ററി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഒരു 15,000 രൂപ തരാം. നിൽക്കാൻ പറ്റുമോ? 15,000 രൂപ? നിന്നാ മാത്രം പോരെ, പണിയും ചെയ്യണം. എന്ത് പണിയാണ് ഞാൻ എടുക്കേണ്ടത്? ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആർക്കും ആരുടെയും വിഷമം കേൾക്കാൻ സമയമില്ല. ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്.
ഇപ്പോൾ വിഷമം കേൾക്കാൻ പറ്റാതെ ഇപ്പോൾ കടലിൽ ചാടി ചാവുന്നുണ്ട്, കൊക്കയിൽ ചാടുന്നുണ്ട്, വിഷം കഴിക്കുന്നുണ്ട്, കെട്ടി തൂങ്ങുന്നുണ്ട്, അങ്ങനെ പല പരിപാടികളും പിള്ളേർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേർക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് സെൻറ്റർ, അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു കൈത്താങ്ങ്, അതാണ് അഗ്നി ഹെൽപ്പിംഗ് സെൻറ്റർ. അപ്പൊ ഇവർ ഈ സമയത്ത് നമ്മളെ വിളിക്കുമല്ലേ? ഇവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലും, ഇവരുടെ വിഷമങ്ങൾ കേൾക്കും, അവരുടെ 500 രൂപ ഫീസ് വാങ്ങിച്ച് നമ്മളിങ്ങ് പോരും. ആണോ? ആ അല്ല സാർ, ഇവര് ഈ വിഷമം പറഞ്ഞ് വിളിക്കില്ലേ? അപ്പൊ ഇനി അവർക്ക് വല്ല പൈസയുടെ ആവശ്യത്തിന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊഞ്ഞനം കാണിച്ചിട്ട് ഇങ്ങ് വരും. ഈ ഓഫീസ് നടത്തുന്നതേ ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവന്റെ വിഷമം കേൾക്കാനല്ല. 500 രൂപ ഗൂഗിൾ പേ ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമേ നമ്മൾ പോവുള്ളൂ, അല്ലാതെ ആരുടെ അടുത്തും പോവില്ല. മനസ്സിലായി? അങ്ങനത്തെ ഹെൽപ്പില്ല, അങ്ങനത്തെ ഒരു ഹെൽപ്പും ഇല്ല. ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് അഗ്നി ഈ ഓഫീസ് ഇട്ടിരിക്കുന്നത്. മനസ്സിലായി? എന്താ സാർ ഇത് അഗ്നി? അഗ്നി എന്ന് വെച്ചാൽ നമ്മൾ തീ പോലെ നിൽക്കണം, തീ പോലെ എല്ലാവരുടെയും മുന്നിലെത്തി തീ പോലെ കാര്യങ്ങൾ ചെയ്യണം. നാളെ തൊട്ട് കത്തി തുടങ്ങിക്കണം. അപ്പൊ അല്ല, ജോയിൻ ചെയ്യുമ്പോ കത്തി തുടങ്ങി ജോലി ചെയ്തോ. മനസ്സിലായി? അപ്പൊ എനിക്ക് ജോലി കിട്ടിയല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ നാളെ തൊട്ട് വരാൻ പറഞ്ഞ, അല്ലാതെ മാങ്ങ പറിക്കാനല്ലല്ലോ. പിന്നെ ഫസ്റ്റ് അസൈൻമെന്റ് ഞാൻ മൊബൈലിൽ മെസ്സേജ് ചെയ്ത് തരാം. അപ്പൊ നാളെ തന്നെ ആ ക്ലയന്റിനെ പോയി കാണണം. അയ്യോ സാർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് മൊബൈലില്ല. ഒരു ചാണാപ്പൊളി സെറ്റ് പോലും ഇല്ലേ? ഈ മെസ്സേജ് വന്നതേ പപ്പന്റെ ഫോണിലാണ്, നമ്മുടെ ഹൗസ് ഓണറിന്റെ. ഒരു കാര്യം ചെയ്യാം, ഈ ഫോണ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഫോണ് അഗ്നി കമ്പനി പ്രൊവൈഡ് ചെയ്യും. അയ്യോ, ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കും ഒരു ഫോൺ വാങ്ങിക്കണം. എല്ലാം അഗ്നി സെറ്റ് ആക്കി തരും. അപ്പൊ പോയിട്ട് നാളെ വരി. അപ്പൊ നാളെ തൊട്ട് വരാലോ അല്ലേ സാർ? അതല്ലേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന, പിന്നെ ഒന്ന് ചോദിക്കണ നീ. അങ്ങനെയല്ല സാർ, ഇങ്ങനെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടും, നല്ല പണി. ഓൺ ടൈം ആയിരിക്കണം. താങ്ക് യു സാർ. നീ എന്താ ഇവിടെ? മനസ്സിലായില്ല. ഈ സമയത്ത് നീ എന്താ കിച്ചണിലെന്ന്? ഈ സമയത്തിന് എന്താ കുഴപ്പം? ഇതെന്റെ കുക്കിംഗ് ടൈമാ. അതെ, ഞാനിവിടെ ജലദോഷത്തിന് മരുന്നും കഴിച്ച് സഡേഷൻ ആയിട്ട് നടക്കുക. മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ തലറങ്ങി വീഴും. ആ സമയത്താണ് നീ ഇവിടെ നിന്ന് കുക്ക് ചെയ്യണത്. സോറി, ഇത് പപ്പുവിന്റെ കുക്കിംഗ് ടൈമാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പാപ്പു. സോറി പാപ്പു, ഞാൻ നാളെ തൊട്ട് വേറെ ടൈമിൽ കുക്ക് ചെയ്തോളാം. ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കും. അപ്പൊ ഇന്ന് ഞാൻ പട്ടിണി കിടക്കണോ? അല്ല, ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാപ്പു കുക്ക് ചെയ്തോ. അപ്പൊ എന്റെ ജോലിക്ക് നീ പോവോ? അങ്ങനെ പോവാൻ പറ്റണ ജോലിയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പോവാം. നിന്റെ ആളെ കളിയാക്കുകയാണ്. അല്ല, ആ ലച്ചു എന്നെ പറ്റി മര്യാദക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല നിനക്ക്. ലച്ചു ശരിക്കും പാപ്പുവിനെ പറ്റി നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മുതൽ എന്താന്ന് മനസ്സിലായില്ലേ? ലച്ചു പറഞ്ഞത് കേട്ടാ ചിലപ്പം പാപ്പുവിന് ഭയങ്കര സങ്കടാവും. സങ്കടം പാപ്പൂര് എന്താ പറഞ്ഞോള്? ലച്ചു പറയാ പാപ്പു വെറും അലമ്പാണ്. അത്ര ഉള്ളോ? തീർന്നില്ല, പാപ്പു വെറും ചെറ്റയാണ്. തീർന്നില്ല, പാപ്പു വെറും കഞ്ഞിയാണ്, 5 പൈസക്ക് ബുദ്ധിയില്ല, വെറും തെണ്ടിയാണ്, അങ്ങനെ കൊറേ പറഞ്ഞു. ഇതെന്താ പറയാൻ പറയുമ്പോ നിങ്ങളുടെ ഡിസർട്ടേഷൻ എഴുതി വെക്കുക നീ അങ്ങോട്ട്? ലച്ചു പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത്ര ഓണസ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഇതൊക്കെ കേട്ടിട്ട് മനുഷ്യന്റെ വിശപ്പ് കൂടി. അല്ല ഇവിടെ തന്നേക്കട് കൃഷ്ണ വിശന്നിട്ട്. അയ്യോ, എനിക്ക് വേറെ ഇല്ല. ഇല്ലെങ്കിൽ നീ പുറത്തു പോയി കഴിച്ചോ. കൊള്ളണ്ടല്ലോ. കൊറച്ചെങ്കിലും തരുമോ? പറ്റില്ല. കറിയൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. മര്യാദക്ക് ഇന്ന് കറി ഉണ്ടായിക്കോ. എന്റെ കിച്ചൺ ടൈം അടിച്ച് മാറ്റിയതും പോരാ. വിശക്കുന്നുണ്ട് എനിക്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ വീട്ടിൽ ജീവിച്ച് പോവാന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. മനസ്സിലായാ? ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെക്ക്. നാളൊരു അഹങ്കാരം പാപ്പ അത് ഇത്. മിസ്റ്റർ സോൾജർ. യെസ് മിസ്റ്റർ കൈമൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. താവുന്നൂടെ വന്ന് ഒരു കാര്യം ചോദിക്കാണ്ട്. അസോസിയേഷന്റെ മാസപ്പിരിവാണെങ്കിൽ ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു. അതല്ലടോ, വേറൊരു കാര്യം. വേറൊരു കാര്യം? അപ്പുറം എന്താണ്? തനിക്കറിയാലോ, ഈ അസോസിയേഷനിൽ എല്ലാം പ്രായമായ ആളുകളാണ് അധികം. ഐ നോ, എനിക്ക് നന്നായിട്ട് അറിയാലോ. പിള്ളേരെല്ലാം അങ്ങ് വിദേശത്തല്ലേ.
തൻ്റെ വീട്ടിൽ മാത്രമാണ് കുട്ടികളുള്ളത്. യെസ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ കുട്ടികളിപ്പേ അസോസിയേഷനിലെ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുക. അതങ്ങനെ? ആ, അപ്പോൾ കുറച്ച് മുന്നേ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല, ഞാൻ താണ്ട് ക്യാമ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് കുപ്പിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, താൻ അതിർത്തിയിൽ കണ്ട യുദ്ധം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടടോ ഇവിടെ. ഇതേ നോക്കി, തൻ്റെ പിള്ളേർ എറിഞ്ഞ ബോംബാണത്. നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? എനിക്ക് ജോലി കിട്ടി. 15,000 സാലറി. സന്തോഷമായില്ല? ഇനി അത് വെച്ചിട്ട് എനിക്ക് കുറേ പ്ലാനിങ്ങുകളുണ്ട്. ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ കുറേ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാസ്സിനും ജോയിൻ ചെയ്യണം. നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത? വയ്യേ, സുഖമില്ലേ? അതൊന്നുമല്ല, എന്റെ ചപ്പാത്തി ആ പാപ്പു തട്ടിക്കൊണ്ടുപോയി. അതെന്തിനാ? അത് 1, 2 അല്ല, 4 എണ്ണം. അവളുടെ കുക്കിംഗ് ടൈമിൽ ഞാൻ കയറി കുക്ക് ചെയ്തു എന്നും പറഞ്ഞോണ്ട്. നീ എൻ്റെ അടുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ കുക്കിംഗ് ടൈം ഉണ്ടെന്നൊക്കെ. അങ്ങനെ പറഞ്ഞവള്? ഇവിടെ കുക്കിംഗ് ടൈം ഒന്നുമില്ല, നിന്നെ പറ്റിക്കാൻ തോന്നിയതാ. പിന്നെ അവള് പറഞ്ഞതോ? അത് അവള് നിന്റെ ചപ്പാത്തി അടിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അവൾ എന്നെ റാഗ് ചെയ്താണല്ലേ? ആയിരിക്കും കള്ളി. ഞാൻ പറഞ്ഞതല്ലേ ഓൾറെഡി അവൾക്കൊരു പ്രശ്നമുണ്ട്, അവൾ വെറും കച്ചറയാന്ന്. ഞാൻ നീ പറഞ്ഞപ്പോ അത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് എൻ്റെ കയ്യിൽ ആകെ 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. 4 എണ്ണം അവൾ എടുത്തോണ്ട് പോയി. അയ്യോ, അപ്പൊ നീ ഒന്നും കഴിച്ചിട്ടില്ല? ഒന്നും കഴിച്ചിട്ടില്ല. നീയേ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിലേ ഈ റാഗിങ് നൈസായിട്ട് ഒഴിവാക്കി തരാം. എന്തിനും ഞാൻ കൂടെ നിൽക്കും. നല്ല പണി കൊടുക്കുക. ശരി. വന്നിട്ടുണ്ട്. എവിടെ പോണു മോളെ? എന്താണ്? നീ അവളുടെ അടിച്ചു മാറ്റിയ 4 ചപ്പാത്തിയുടെ പൈസ കൊടുത്തിട്ട് പോയാൽ മതി. ചപ്പാത്തിയാ? ഏത് ചപ്പാത്തി? എടുത്ത് വിഴുങ്ങിയപ്പോ ആലോചിച്ചില്ലായിരുന്നു നമ്മള് ഏത് ചപ്പാത്തിയാന്ന്? ഇല്ല, ആലോചിച്ചില്ല. മര്യാദക്ക് കൊടുക്കാൻ നോക്കടി. എന്റെ എന്താടി കൊടുത്തിട്ട് പോകാനല്ലേ പറഞ്ഞത്? എന്റെ ടവലെടുത്ത് വലിച്ചെറിയാൻ മാത്രായ നീ? നീ എന്ത് ചെയ്യും? എന്താ ഗുണ്ടായി സർക്കാണാ? ആടി നീ ആണ്ടി ഗുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ മരഗുണ്ടിയാടി. ഇപ്പൊ ആടി എന്തടി? ആ അത് ഞാനും കാണിച്ചതാ. ചപ്പാത്തി കട്ടുന്നില്ല, ചപ്പാത്തി കള്ളി. ഈശ്വര, ഇത് യുദ്ധം. എൻ്റെ കുട്ടികള് വല്ലാത്തൊരു തലവേദനയായി പോയപ്പോ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം സാർ. ആക്കിയ നന്നു. അടങ്ങിയിരിക്കവിടെ. ഇതെന്തോന്നത്? നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്റെ ഇവിടത്തെ വില കളയോ? ഇവളാണ് ഈ ലച്ചോട് ആദ്യം തുടങ്ങിയത്. ഇത് കണ്ടല്ല പോപ്സെ. കഴിഞ്ഞില്ലടി. പപ്പയ്ക്ക് അറിയാല ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യത്തില്ലെന്ന്. എല്ലാം ഇവളാണ് എന്റെ പിച്ചി മാറ്റി തുള്ളി നോക്കിയതല്ലേ വലുത് പോപ്സെ. കഷ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി? സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ. ശരിയാ, തലയ്ക്ക് വട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടണത്. നീക്കൊന്നും പറയണ്ട. ജിയ പറ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവര് പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ പേരിലാണ്, പക്ഷെ പ്രശ്നം തുടങ്ങിയത് ഈ പപ്പ. നീ തന്നെ. കഷ്ടമുണ്ട് കേട്ടാ എന്റെ പോപ്സെ. ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ കിച്ചൺ യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു പോയി. അതിനാണ്. അയ്യോ, നീ ചപ്പാത്തി എടുത്ത് വിഴുങ്ങിയില്ലേ? 4 എണ്ണം. ലച്ചു, ഫുഡിന് കണക്ക് പറയരുത് ലച്ചു. അത് മോശാണ് ലച്ചു. പപ്പ ഇതൊന്നും അല്ല സംഭവം. പപ്പയ്ക്ക് അറിയാത്തോണ്ട് ഇവളെന്താ ചെയ്യുന്നത്?
നിങ്ങൾക്ക് ഒന്നും പണയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ശബ്ദിക്കല് ഞാൻ ശരിയായിക്കളാം ഞാൻ കേട്ടാ. എല്ലാത്തിനും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിനക്കൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം തന്നതാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ സ്വഭാവം മാറ്റിക്കരുത് കേട്ടാ. എല്ലാം കണ്ടു ഞാൻ, എല്ലാം കണ്ടു. നിന്റെ ഇവിടെ കണ്ടു, അവളെ കഴുത്തും കണ്ട് കൈയും കണ്ടു, എല്ലാം കണ്ടു. കാണിച്ചു തരാം ഞാൻ. എല്ലാത്തിനും കൊല്ലും. നിങ്ങളൊന്ന് നിർത്തുവോ? പപ്പ നല്ല ദേഷ്യത്തില. സോറി. വാ ഇരിക്കും, ഞാൻ തിരുമ്മി തരാം. ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്താണ് പോപ്സ്, വാതില് പൂട്ടാണോ? ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു? പൂട്ടാണ്. ആ എന്നാ അങ്ങനെ തന്നെ. പപ്പ, അപ്പൊ ഞങ്ങൾ ഇനി എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും? ഓ, നീയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതാണല്ലോ ഇവിടെ കിടന്ന് അടി അലമ്പൊക്കെ ആയത്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ട. ഞാൻ താൽക്കാലികമായി ഇതങ്ങ് പൂട്ടാണ്. അതല്ല പോപ്സ്, ഒന്നും പണയണ്ട, പറഞ്ഞിടത്തോളൊക്കെ മതി കേട്ടാ. കുറച്ചൊക്കെ നീ വല്ലപ്പോഴും ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചോണ്ടിരുന്നതാ. 2 എണ്ണം കാരണം അത് നശിപ്പിച്ചു. എന്റെ ബ്രെഡും പീനട്ട് ബട്ടറും അതിൻ്റെ ഉള്ളിലോ. എന്റെ പുട്ടുപൊടിയും ദോശമാവും. നമുക്ക് പുറത്തടുപ്പ് കൂട്ടിയാലോ? തൽക്കാലം പപ്പ ഒന്ന് കൂളാവുന്നേരം നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ? ഉണ്ടോ വല്ലതും? കട്ട മുതലല്ലായിരിക്കും അല്ലേ അതിന്റെ ഷെയർ? എനിക്കൊന്നും വേണ്ട. അത് പോപ്സ് ലോക്ക് ചെയ്തത് അവളുമാര് കൊള്ളത്താക്കോലിട്ട് തുറക്കുമെന്ന് ഞാൻ ക്രോസ് ചെക്ക്. പോപ്സിനെ റെസ്പെക്ട് ചെയ്യണ്ടേ അല്ലേ? ഹായ്, നൈസ് ടു മീറ്റ് യു. അതാ ഏറ്റവും ബെസ്റ്റ് ഐഡിയ. നമുക്ക് സിനിമയ്ക്കൊക്കെ പോകാം. ലച്ചിന് പറഞ്ഞു കൂടി വേണോ? വേണ്ട, പാപ്പ വെച്ചോ. അതെടുത്തോ. പാപ്പനൊന്നും വരട്ടെ? കഴിച്ചോ? ഇതായിട്ട് ഞാൻ എടുത്തോളാം. ഇതെടുത്തോ. ചാല പാപ്പ കഴിക്ക്. അപ്പൊ കൊറേ നേരമായില്ലേ? ഹലോ, ചെയ്യാം. എന്താണ് ഇവിടെ? ഞങ്ങ പാക്കൊക്കെ മാറി പറിച്ചാൽ. പിന്നെ അത് മാത്രമല്ല, മാവൊക്കെ വെറുതെ ഇരുന്ന് ചീത്ത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ചപ്പാത്തി എടുത്ത് വിടാന്ന് വിചാരിച്ചു. പിന്നെ പപ്പ ഞങ്ങൾ ഈ പൂട്ട് പൊട്ടിച്ചൊന്നും കയറിയതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തള്ളിയപ്പോ താനെ തുറന്നു. അതിന് ഞാൻ ശരിക്കും പൂട്ടിയില്ലല്ലോ. ആ, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു.
വിശപ്പിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നാവുമെന്ന്. പാപ്പന്റെ ഒരു ബുദ്ധി. ഇങ്ങ് വാ, ചപ്പാത്തി കഴിക്കാം. കഴിക്കാം? 1, 2, 3 കഴിക്കാം. പ്ലേറ്റ് എടുക്ക്. അങ്ങനെ രാവിലെ തുടങ്ങിയ യുദ്ധം രാത്രിയിൽ വിശപ്പടങ്ങും പോലെ അടങ്ങി. എന്നാ പപ്പ കഴിക്കും. ഇതാ. എല്ലാം വിശപ്പിന് വേണ്ടിയിട്ടല്ലേ, പിന്നെ എന്തിനാണ് ഈ വാശിയും വൈരാഗ്യവും ഒക്കെ? പപ്പ ആരോട് സംസാരിക്കുന്നു? അത് വേറെ, ഞാനൊരു ലോക കാര്യം പറഞ്ഞാൽ നിങ്ങൾ കഴിക്കും. അതിനുള്ള ടൈം കിട്ടില്ലപ്പാ. വയറ്റുന്നോണ്ടേ ഞങ്ങൾ കഴിച്ചു കൊടുക്കാനേ. ഹാപ്പി അല്ലേ?